ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു റെസിപ്പി ബെൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന വളരെ ഈസി ആൻഡ് സിമ്പിൾ ആയിട്ട് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു വിപ്പിംഗ് ക്രീം റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. അതും വെറും 2 ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയെന്ന് നോക്കാം. അതിന് മുന്നേ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ബെൽ ഐക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പിയിലോട്ട് പോകാം. നമ്മുടെ വിപ്പിംഗ് ക്രീമിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 1/2 കപ്പ് നെയ്യും 1/2 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. ബൗളിൽ നമുക്ക് 1/2 കപ്പ് നെയ്യ് ഇട്ട് കൊടുക്കുക. അത് മെൽറ്റഡ് നെയ്യായാലും കുഴപ്പമില്ല. ഇപ്പം ഞാൻ എടുത്തിരിക്കുന്ന ഇതേപോലത്തെ കട്ടിയുള്ള നെയ്യായാലും കുഴപ്പമില്ല. അപ്പോൾ ഇത് ഞാൻ എടുത്തിരിക്കുന്ന കുറച്ച് റൂം ടെമ്പറേച്ചറിൽ അത്യാവശ്യം ഇരുന്ന ഒരു നെയ്യാണ്, അത്ര കട്ടിയല്ല. അപ്പം അങ്ങനത്തെ നെയ്യ് എടുക്കുക, മെൽറ്റഡ് നെയ്യോ നിങ്ങൾക്ക് എടുക്കുക. എന്നിട്ട് നമുക്ക് സ്പൂൺ കൊണ്ടുവന്ന് ജസ്റ്റ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ കട്ടിയുള്ള നെയ്യ് എടുത്തുകൊണ്ടാണ്. അപ്പോൾ ജസ്റ്റ് സ്പൂൺ കൊണ്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം വിസ്ക് കൊണ്ട് നല്ലപോലെ മിക്സ് ചെയ്യാം. പിന്നെ പൊടിച്ച പഞ്ചസാര നിങ്ങൾക്ക് വേണമെങ്കിൽ ആദ്യമേ നമ്മളുടെ നെയ്യ് ഇട്ട സമയത്ത് ഒരുമിച്ചിട്ട് നിങ്ങൾക്ക് മിക്സ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ സെപ്പറേറ്റ് ആയിട്ടാണ് ചെയ്യുന്നത്. കട്ടിയുള്ള നെയ്യ് എടുത്തുകൊണ്ടാണ് ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് സെപ്പറേറ്റ് ആയിട്ട് ഇട്ട് മിക്സ് ചെയ്തിട്ട് അത് ശേഷം കളർ ചേഞ്ച് ചെയ്ത് ക്രീം ഷെയ്ഡിലോട്ട് വരുമ്പോൾ നല്ല സോഫ്റ്റായി വരുമ്പോൾ നമുക്ക് പൗഡർ ഷുഗർ ആഡ് ചെയ്ത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ ആ പൗഡർ ഷുഗറിൻ്റെ നെയ്യിൻ്റെയൊക്കെ തരി നല്ലപോലെ മാറി നല്ല സോഫ്റ്റായിട്ട് വരുന്നവരെ നമ്മൾ നല്ലപോലെ വിസ്ക് ചെയ്യുക. വിസ്ക് യൂസ് ചെയ്ത് മിക്സ് ചെയ്യാം, അല്ലെങ്കിൽ സ്പൂൺ യൂസ് ചെയ്തും നിങ്ങൾക്ക് മിക്സ് ചെയ്ത് നല്ല സോഫ്റ്റായിട്ട് വരണം. നെയ്യിൻ്റെയും പഞ്ചസാരൻ്റെ തരി മാറുന്നവരെ നമ്മൾ മിക്സ് ചെയ്തെടുക്കുക. കുറച്ച് തരിയുണ്ട്, അപ്പം നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മളുടെ വിപ്പിംഗ് ക്രീമിൻ്റെ ടെക്സ്ചർ ആയിട്ടുണ്ട്, നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഒരു തരി പോലും ഇല്ലാതെ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വനില എസൻസ് 1 ടീസ്പൂൺ വനില എസൻസ് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്യാം. വനില എസൻസ് വേണമെന്നില്ല, അത് ഓപ്ഷണലാണ്. അപ്പോൾ നമ്മളുടെ അടിപൊളി ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള വിപ്പിംഗ് ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും പറയുന്ന പോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. Thank you for watching. Please like, share and subscribe, and don't forget to press the bell icon.